അവിടെയും കരുണ തന്നെയാണ്, കാരുണ്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യമായി ഉയർത്തി കാണിക്കപ്പെടുന്നത്. അതെല്ലാ മതങ്ങളും പറഞ്ഞിട്ടുണ്ട്. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കാൻ യേശു ക്രിസ്തു പറയുമ്പോൾ അയൽക്കാരനായ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞു വെച്ചതായി ആരും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. ലോകത്തെ സകലർക്കും സുഖം ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഹൈന്ദവ മതം നമുക്കെല്ലാവർക്കും അറിയാം. മാതാക്ക പാർവതി ദേവി പിതാ ദേവു മഹേശ്വര ബാന്ധവ മാനവ സർവേ സ്വദേശി ഭുവനത്രയം എന്ന് പറഞ്ഞു വെക്കുമ്പോ, സർവേ സ്വദേശി ഭുവനത്രയം എന്ന് പറഞ്ഞു വെക്കുമ്പോ അത് ഏതെങ്കിലും ഒരു ജാതിയിൽപ്പെട്ടവന്റെ ഭൂമിയാണ്, മതത്തിൽപ്പെട്ടവന്റെ ഭൂമിയാണ് എന്നുള്ളതല്ല, സർവരുടേതുമാണ്. ലോകം തന്നെ തറവാടാണ് എന്നുള്ളതാ. അപ്പൊ ആ സർവരുടേതയും എന്നുള്ള വ്യത്യാസത്തിൽ നിന്ന് ഇപ്പൊ പല ആവശ്യങ്ങൾക്ക് വേണ്ടി നടക്കുന്ന ഇന്റർപ്രിട്ടേഷൻസ് ആളുകളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോ, പരിശുദ്ധ പ്രവാചകന്റെ 1500 വർഷങ്ങളെ സംബന്ധിച്ച് നടക്കുന്ന ഒരു സാംസ്കാരിക സമ്മേളനം, ഒരു സംഗമം, അതിൽ കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും വിശ്വാസത്തിന്റെ അതിരുകൾക്കും അപ്പുറത്തേക്ക് എല്ലാവരെയും ചേർത്ത് പിടിച്ച് നാട്ടിലിങ്ങനെ കൂടുമ്പോ, ഇത് നാടിന്റെ പൊതു ഇടമായി സ്നേഹത്തിന്റെ സന്ദേശത്തിന്റെ പ്രചരണത്തിന് വേണ്ടി, സൗഹാർദ്ദത്തിന്റെ സന്ദേശത്തിന്റെ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്.